നിലമ്പൂർ CPM തീവ്രമോ വർഗീയമോ? നിലമ്പൂർ പരസ്യപ്രചരണം അവസാനിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മതവർഗീയ ചീട്ടിറക്കാൻ CPM കിണഞ്ഞ് പരിശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. UDF-നും LDF-നും BJP-ക്കും പുറമെ അൻവറും SDPI-യും വെൽഫെയർ പാർട്ടിയും തുടങ്ങിയ പാർട്ടികൾ കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു ഘടകമായി കണ്ടാണ് നിലമ്പൂരിൽ LDF അവരുടെ ഈ പിന്തുണയ്ക്കായി മലക്കം മറിയുന്നത്. LDF തീവ്രവർഗീയ പാർട്ടികളെ അടുപ്പിക്കില്ല എന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറി മതവർഗീയ പാർട്ടികളുമായി കൈകൾ കോർക്കുമ്പോൾ CPM-ന്റെ പ്രഖ്യാപിത നയങ്ങളെ കാറ്റിൽ പറത്തി ഏത് നെറുകെട്ട രീതിയിലും കളം പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുകയാണ് CPM എന്ന് വേണം കരുതാൻ. PDP, SDPI, വെൽഫെയർ പോലുള്ള വർഗീയ പാർട്ടികൾ CPM-നൊപ്പം നിന്നാൽ മതേതരത്വവും, UDF-നൊപ്പം നിന്നാൽ വർഗീയ പാർട്ടി എന്ന CPM-ന്റെ നയവും, ഈ ഇരട്ടത്താപ്പ് നയമാണ് CPM എന്നും പ്രയോഗിക്കുന്നത് എന്ന് VD സതീശൻ പറഞ്ഞു. വെൽഫെയർ പാർട്ടി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും 2019 ഇലക്ഷനിലും UDF-നെ പിന്തുണച്ചിരുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് മടിയില്ല. അവർ ഒരിക്കലും UDF-ന്റെ അകത്ത് വന്നതല്ല പിന്തുണച്ചത്, പുറമേ നിന്നാണ്. അപ്പോഴും CPM-ന്റെ ഘോരമായ വിമർശനം വന്നിരുന്നു. എന്നാൽ അതിനു മുൻപ് 3 പതിറ്റാണ്ട് കാലം CPM-നായിരുന്നു പിന്തുണ. അന്നില്ലാത്ത വർഗീയത ഇപ്പോൾ എങ്ങനെ വന്നു എന്നതാണ് ആലോചിക്കേണ്ടത്. ഇതാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. അന്ന് അവർ ജമാഅത്തെ പാർട്ടിയായി, പിന്നീടാണ് അത് വെൽഫെയർ പാർട്ടിയായി മാറിയത്. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് ചെന്ന് അവരുമായി ചർച്ച നടത്തി ധാരണയിൽ എത്തുകയായിരുന്നു. അതിനെ പിണറായി പിന്നീട് ന്യായീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ നിലപാടുണ്ട് എന്നാണ്. അതുകൊണ്ട് അവരുമായി തങ്ങൾ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കി. അന്ന് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആവേശകരം എന്നാണ്. അപ്പോഴും UDF ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ LDF ഇപ്പോൾ ഇറക്കുന്ന ഈ വർഗീയ പരാമർശം നാണം കെട്ട പ്രചരണമെന്ന് VD സതീശൻ പറയുകയാണ്. മദനി തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് LDF സർക്കാർ കാലത്ത് വേട്ടയാടി പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറിയെന്ന അഭിമാനത്തോടു കൂടി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്യുമെൻ്ററി ഇറക്കിയ പാർട്ടിയാണ് CPM. പുറമേ മതവർഗീയ പാർട്ടികളെ അടുപ്പിക്കില്ല എന്ന് വാതോരാതെ വിളിച്ചു പറയുന്ന CPM തങ്ങളുടെ അന്തർധാര വർഗീയ കക്ഷികളുമായി കൂട്ടുചേർന്നതാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും CPM കണ്ണടച്ച് പാല് കുടിക്കുന്ന മനോഭാവമാണ്. BJP-യുമായി ഒരു രഹസ്യ കൂട്ടുകെട്ട് കൂടി അവർ നിലമ്പൂരിൽ പ്ലാൻ ചെയ്തു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ നിലമ്പൂരിൽ BJP കളത്തിൽ കാണുന്നതും. BJP ആദ്യം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നീട് അവർ മത്സരരംഗത്തേക്ക് വരികയും പ്രചരണ രംഗത്ത് സജീവമാവുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവർ പ്രചരണം പേരിന് മാത്രമാക്കി ചുരുക്കിയതിന് പിന്നിൽ CPM BJP ധാരണകളുടെ ഫലമാണ് എന്ന് വേണം കരുതാൻ. UDF-ന് അവിടെ നിരുപാധിക വിജയം മുന്നിൽ കണ്ടപ്പോഴാണ് CPM തങ്ങളുടെ പ്രഖ്യാപിത നയത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് വർഗീയ കൂട്ടുകെട്ടിലേക്ക് തിരിഞ്ഞത്. അതിൻ്റെ ഫലമാണ് ഇതുവരെ പേര് കേൾക്കാത്തതും മനുഷ്യർ അറിയാത്തതുമായ ഒരു അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന സ്വാമി ദത്താത്രേയ സായ് സ്വരൂപ്നാഥ് സ്വരാജിന് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയതും ആ കൂടിക്കാഴ്ച BJP-ക്ക് വേണ്ടിയാണ് എന്ന് സംശയിക്കേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ. സർക്കാർ അവഹേളിച്ചപമാനിച്ച ആശാവർക്കർമാരുടെ മുന്നേറ്റം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചപ്പോൾ അത് LDF-ന്റെ പരാജയം പൂർണ്ണമായി എന്ന് കണ്ട് അംഗക്കലി പൂണ്ട് LDF അവസാന ശ്രമം നടത്തുന്നതിൻ്റെ നെറികെട്ട ഭാവമാണ് ഈ വർഗീയ കൂട്ടുകെട്ടും RSS-ഉമായിട്ടുള്ള ബാന്ധവവും. LDF ഏത് രീതിയിൽ മലക്കം മറിഞ്ഞ് ശ്രമിച്ചാലും നിലമ്പൂരിൽ അവർക്ക് നിലം തൊടാൻ കഴിയില്ല എന്നത് വാസ്തവമാണ്. ഒരു ജനകീയ മുന്നേറ്റമാണ് അവിടെ UDF-ന് ഉള്ളത്. നിലമ്പൂർ ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കരിയായ MP പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം കൂടിയാകുമ്പോൾ LDF-ന്റെ പരാജയം അവിടെ പൂർണ്ണമാവുന്ന അവസ്ഥയാണ്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൻ്റെ മണ്ണിൽ വൻ മുന്നേറ്റം നടത്തും. LDF CPM കൊണ്ടുവരുന്ന ഏത് വർഗീയ കൂട്ടുകെട്ടും തകർന്ന് തരിപ്പണമാകും എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് മുന്നിൽ നിരത്തുന്ന പച്ച നുണകൾ വിലപ്പോകില്ല എന്നും നിലമ്പൂർ ഫലം തെളിയിക്കും. ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം
ഇനി എത്ര എന്നാണ് കേരളം നോക്കിക്കാണുന്നത്? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.